ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ ഇരുന്ന എൻ്റെ സ്കിന്ന് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആക്കി മാറ്റിയെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ടാന് കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് കുറച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ 3 കാറ്റഗറി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതായത് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതായത് ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് 1 എന്ന് പറയുന്നത് ഹോം റെമഡീസ് ആണ്, അതായത് ഏതൊക്കെ ഹോം റെമഡീസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. തേർഡ് 1 വന്നിട്ടുള്ളത് ഫുഡ് കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ പുറത്ത് തേച്ച് നടന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ അകത്തോട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഫുഡ് കാര്യങ്ങളാണ് ഞാൻ മൂന്നാമത്തെ പാർട്ടായിട്ട് ഇടാൻ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കളറ് ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അപ്പം നമുക്ക് ഇൻസെക്യൂരിറ്റി വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നതാണ്. അതിപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. അപ്പം ആ ഒരു ഇഷ്യൂയിൽ നിന്നാണ് നമുക്ക് എങ്ങനെയെങ്കിലും നിറം വെളുക്കണം, വെളുത്തിട്ട് പാറണം എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും വെളുക്കണം, എങ്ങനെയെങ്കിലും നിറം വെക്കണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അടുക്കളയിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒഴികെ എല്ലാ സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ട ഒരുപാട് റെമഡീസും കാര്യങ്ങൾ, നിങ്ങളത് ഉപയോഗിച്ചാൽ വെളുക്കും, നിറം വെക്കും, വെളുത്തിട്ട് പാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്ക് യാതൊരുവിധ എഫക്റ്റും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ എന്താ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും മാറാത്ത, എനിക്കൊരു മാറ്റവും ഇല്ല എന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ ചിന്തിച്ചു, എൻ്റെ ഫേസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് ചെയ്യുക. അല്ലെങ്കിൽ വെളുത്തിട്ട് മാറണം, വെളുക്കണം എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കുക. അല്ലാതെ നേരെ തിരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണോ എന്ന് അത് ആദ്യം തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഫുഡാണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ ഹോർമോണൽ സ്റ്റേജിലും നമ്മുടെ ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഫേസിൽ ഒരു കുരു വന്നു, നമ്മൾ കൂടുതലായിട്ട് കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ ഹോർമോണൽ സ്റ്റേജിലും നമ്മുടെ സ്കിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കും, അല്ലെങ്കിൽ പീരിയഡ്സ് ടൈം ഒക്കെ ആകുമ്പോൾ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരും. ഇപ്പൊ ഞാനാണെങ്കിൽ PCOD ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഫേസിൽ കുരുവൊക്കെ വന്ന്, അടയാളങ്ങളൊക്കെ വന്ന്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ കൂടുതലായിട്ട് കൺസേൺ ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം നമ്മുടെ ബോഡിയെ മനസ്സിലാക്കുക, അതിന് കൂടുതലായിട്ടുള്ള സ്ട്രെസ് കൊടുക്കാതിരിക്കുക. നമുക്കിപ്പോൾ ഒരു കുരുവൊക്കെ വന്നെന്ന് കരുതി അതിൽ ടെൻഷനായി പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു കുരുവല്ലേ, അതങ്ങ് പൊയ്ക്കോളും. അല്ലാതെ കൂടുതലായിട്ട് ഓവറായിട്ട് വരുമ്പോൾ മാത്രം നമ്മളത് ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അല്ലാതെ ഓവറായിട്ട് വെളുക്കാനുള്ള വൈറ്റനിങ് ക്രീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് നല്ലത്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേണി തുടങ്ങിയിട്ടുള്ള അന്ന് മുതൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനെയും കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും, അതായത് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ഫേസ് വാഷ് ആണല്ലേ. അപ്പൊ ഞാൻ സ്കിൻ കെയർ തുടങ്ങിയ ആ ടൈമിൽ നമ്മളെല്ലാവരും, ഇപ്പം ഞാനെന്നല്ല മിക്ക എല്ലാവരും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹിമാലയ ഫേസ് വാഷിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഹിമാലയൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഓയിൽ കൺട്രോളിങ് ഒന്നും അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഹിമാലയ ഒരുപാട് വർഷങ്ങളോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ പിമ്പിൾസ് പോവുകയും മുഖത്തിനൊരു ബ്രൈറ്റനിങ് വരിക, അല്ലെങ്കിൽ എൻ്റെ പിമ്പിൾസിൻ്റെ അടയാളങ്ങൾ പോവുകയും ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഹിമാലയ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്നേരം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യേണ്ട. നിങ്ങൾ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് ഹിമാലയ ഉപയോഗിക്കാം. പക്ഷെ ചിലവർക്കൊക്കെ ഹിമാലയ ഉപയോഗിച്ചിട്ട് കുരു വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ ഏതൊക്കെയോ പ്രൊഡക്ട്സ് ഒക്കെ വന്ന് കാണിച്ചെന്ന് കരുതി നിങ്ങൾക്കും അത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ എവിടെയൊക്കെ ആയിട്ട് തേച്ച് നോക്കിയിട്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അലർജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ കുറെ കാലൊക്കെ ഹിമാലയ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ആദ്യം എൻ്റെ ഫേസിൽ നിന്ന് കളയേണ്ടത് എൻ്റെ പിമ്പിൾസ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഓയിലി സ്കിന്ന് കൂടെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണം, അതുപോലെ തന്നെ പിമ്പിൾസും പോകണം. അപ്പൊ ഇത് രണ്ടും ഒരേ ടൈമിൽ നടക്കണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ ഞാൻ ഹിമാലയയിൽ നിന്ന് നേരെ ചാടിയ നമ്മുടെ ഈ ഒരു ഫേസ് വാഷിലോട്ടാട്ടോ, സെയിൻ ആൻഡ് മൈസയുടെ സാലിസിലിക് ആൻഡ് ടീ ട്രീ ഒരു ഫേസ് വാഷ് ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്കത് എങ്ങനെയാ എഫക്റ്റ് ആവുന്നത് എനിക്ക് അറിയത്തില്ല. എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് എന്തായാലും സ്യൂട്ട് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കുരുക്കളൊക്കെ പോകാൻ തുടങ്ങി. അടയാളങ്ങൾ പോകുന്നത് ഞാൻ പറയുന്നില്ല. എൻ്റെ ഓയിൽ അത്യാവശ്യം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരു ഗ്രീസ് കണക്കായിരുന്നു എൻ്റെ മുഖം. പുറത്ത് വെയിലൊക്കെ കൊണ്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈറ്റ് തുണിയോടൊക്കെ തുടച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് അത്രയും ഓയിൽനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഓയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിൻ ആൻഡ് മൈസയുടെ സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് പോലെ തന്നെ എനിക്ക് അതേപോലത്തെ ഒരു റിസൾട്ട് തരുന്ന വേറൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്ലമ്മിന്റെ വന്നിട്ട് സാലിസിലിക് ആസിഡിന്റെ ഒരു ഫേസ് വാഷ്. ഇതും നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിൽ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നത് സെയിൻ ആൻഡ് മൈസയുടെ ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടിനും ഒരേ എഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പിമ്പിൾസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാലിസിലിക് ആസിഡിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. പിമ്പിൾസ്, ഓയില്, ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് വന്നൊരു കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ടാൻ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണം. അപ്പം ഞാൻ കൂടുതലായിട്ടും പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൂടുതൽ നോക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു സിറോണയുടെ വൈറ്റമിൻ സിന്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 1 ട്യൂബ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സെയിൻ ആൻഡ് മൈസൈൻ്റെ ഒക്കെ ഞാനൊരു 2-3 ട്യൂബ് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്തതിനു ശേഷം ഒരു പരിധി വരെയൊക്കെ എൻ്റെ ടാന് കുറേയൊക്കെ റിഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇതിന് വലിയ റേറ്റും വരുന്നില്ല. അത് ഞാൻ ഓഫറിനെ കണ്ട് വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ എനിക്ക് നല്ല എഫക്റ്റ് ആട്ടോ ഇതിൽ നിന്ന് കിട്ടിയത്. കുറേയൊക്കെ ടാന് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി വന്നിട്ട് ഈ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ടോണറാണ്. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ടോണറിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഈ റോസ് വാട്ടർ മാത്രമാണ് ടോണറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഈ ഡാബറിൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അതിൽ അത്യാവശ്യം നന്നായിട്ട് കെമിക്കൽസ് ഉണ്ട്. നിങ്ങൾ ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സും മേടിക്കുമ്പോൾ അതിൽ അത്യാവശ്യം പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ടോണറൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ഗുഡ് വൈബ്സിന്റെ റൈസ് വാട്ടറിന്റെ ടോണർ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പോഴ്സ് ഒക്കെ ഉള്ളവർക്ക് റൈസ് വാട്ടറിന്റെ ടോണർ അടിപൊളിയായിട്ട് സ്യൂട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ടോണർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷണൽ കാറ്റഗറി മാത്രമാണ്. നിങ്ങൾക്ക് ടോണർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റൈസ് വാട്ടറിൻ്റെ ടോണറൊക്കെ ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടീ ട്രീൻ്റെ ടോണർ ഉണ്ട്, അതേപോലെ റോസ് വാട്ടറിൻ്റെ ടോണർ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറോ ആണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പിമ്പിൾസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അത്രയും പിമ്പിൾസ് എനിക്ക് കറക്റ്റായിട്ട് മാറിയത് സിറോ യൂസ് ചെയ്തതിലൂടെ ആട്ടോ. അത് സ്കിൻ കെയർ തുടങ്ങി അപ്പം തന്നെ ഞാൻ സിറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു 1-2 വർഷത്തിന് ശേഷമൊക്കെയാണ് ഞാൻ സിറോ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിറത്തിലെ കണ്ടന്റിന്റെ ഒക്കെ അളവ് കുറഞ്ഞതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ പിമ്പിൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അതായത് വേറെ അലർജി കാര്യങ്ങളിൽ നിന്നൊന്നും അല്ലാത്ത പിമ്പിൾസ് ആണെങ്കിലാട്ടോ ഞാൻ പറയുന്നത്. ചിലവർക്ക് ഹോർമോണൽ ഇഷ്യൂ കാരണമൊക്കെ ഒത്തിരി പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെബം പ്രൊഡക്ഷൻ കൂടിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇരുന്നിട്ട് പിമ്പിൾസ് ആവുന്നതൊക്കെ നമുക്ക് ആ ഓയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പിമ്പിൾസ് കളയാൻ വേണ്ടിയിട്ട് സാലിസിലിക്
ആസിഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വന്നിട്ട് മിനിമലിസ്റ്റിന്റെ ആണ്. അതിന്റെ ട്യൂബ് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മിനിമലിസ്റ്റിന്റെ സിറം ആണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറം എന്ന് പറയുന്നത്. പക്ഷെ അത് അടിപൊളി സാധനം കേട്ടോ. നിങ്ങളുടെ പിമ്പിൾസ്, എനിക്ക് തോന്നുന്നു എൻ്റെ മുഖത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ ഫുള്ളായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നൈറ്റ് ആയിരുന്നു ഒരു സിറം യൂസ് ചെയ്തിരുന്നത്. രാവിലെ ആകുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഓയിലും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കൺസേൺ എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട്സ് ആണ്. കുരു വന്നിട്ടുള്ള അടയാളങ്ങൾ അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കുറച്ച് നിറമായിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഭയങ്കര ഡള്ളായിട്ട് പിഗ്മെന്റേഷൻ കാര്യങ്ങളുമാണ്. ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിരുന്നു എന്റെ സ്കിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഫോട്ടോയിൽ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരു ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ നയാസൈൻമേഡിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വന്നിട്ട് പ്ലമ്മിന്റെയും ഒന്ന് വന്നിട്ടുള്ളത് ഓർഡിനറിന്റെ ആണ്. ഓർഡിനറിന്റെ കുറച്ച് എക്സ്പെൻസ് ആണ്, 600 രൂപ ഉണ്ട്. പക്ഷെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് പ്ലം തരുന്നുണ്ട് കേട്ടോ. ഓർഡിനറിന്റെ ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വർക്ക് ചെയ്യും. പ്ലമ്മിന്റെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സ്കിൻ അത്യാവശ്യം ബ്രൈറ്റ് ആവും. നിങ്ങളൊരു 1-2 ആഴ്ച നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയുന്നതായിട്ട് മനസ്സിലാവും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ നിങ്ങൾ പോയി കാണുക. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹൈലറോണിക് ആസിഡിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഡെംഡോക്കിന്റെ ആണ്. ഇത് ഹൈലറോണിക് ആസിഡ് ഞാൻ ഓയിലി സ്കിന്നൊക്കെ പറ്റുന്ന വിചാരിച്ച് മേടിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, കുരുവൊന്നും വന്നില്ല, മുഖം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വേണ്ടിയിരുന്ന ഇതല്ല. ഒരു പക്ഷേ ഡ്രൈ സ്കിന്നൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു സപ്പിൾ ലുക്ക് തരും. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ, പക്ഷെ ഞാൻ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്, മുഖം നന്നായിട്ടൊരു സപ്പിൾ ലുക്ക് നമുക്ക് തരും. പക്ഷെ ഡ്രൈ സ്കിന്നിന് ഇത് ഒന്നുകൂടെ നന്നായിട്ട് സ്യൂട്ടാവും. ഇനി മോയ്സ്ചറൈസറിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലമ്മിന്റെ ഇതാട്ടോ. ഇത് 2 അല്ല ഒന്നുകൂടെ ഉണ്ട്, അത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അത്രയും എഫക്റ്റ് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇതിലെ നയാസൈൻമേഡും റൈസ് വാട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ഒന്ന് ക്ലിയർ ആക്കും. അതായത് നമ്മളെ ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട്, നമ്മുടെ സ്കിൻ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലിയർ ആൻഡ് സപ്പിൾ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ മോയ്സ്ചറൈസർ ബെസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാന്ന് കരുതി മേടിച്ചതാണ്. കാരണം ഇതൊരു മാറ്റ് മോയ്സ്ചറൈസർ ആണ്, ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർമെലന്റെ ഫ്രഷ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതുപോലെ നമുക്കൊരു മാറ്റ് ലുക്ക് കിട്ടും. ചില മോയ്സ്ചറൈസറിന്റെ പോലെ വല്ലാണ്ട് ഓയിൽനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല. അതുപോലെ നമുക്ക് ഇപ്പം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാനും ഈ ഒരു മോയ്സ്ചറൈസർ ബെസ്റ്റാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ സൺസ്ക്രീൻ ആണ്. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഇപ്പൊ സൺസ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി എണ്ണം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ലോട്ടസിന്റെ ആണ്. അത് ഉപയോഗിച്ച് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്കത് ഒട്ടും സ്യൂട്ട് ആയിട്ടില്ലായിരുന്നു. അത് ഓയിലി സ്കിന്നിനാന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചത്, പക്ഷെ തീരെ സ്യൂട്ട് ആയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. അത് പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് സ്യൂട്ടായി. പക്ഷെ അതിലൊരു യെല്ലോ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടായത് അതിലെ വാട്ടർമെലന്റെ സൺസ്ക്രീൻ ആയിരുന്നു. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ആണ്. അപ്പം മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ഓയിലി ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വൈറ്റ് കാസ്റ്റ് പെട്ടെന്ന് വേർത്തിട്ട് അതൊക്കെ ഇങ്ങ് ഒലിച്ചിറങ്ങുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഇത് ബെസ്റ്റാണ്. കുരു വരികയോ അല്ലെങ്കിൽ വല്ലാത്ത സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും എനിക്ക് മിനിമലിസ്റ്റിന്റെ ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഉള്ള സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലമ്മിന്റെ റൈസ് വാട്ടർ. ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യൂവി ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഇതിൽ റൈസ് വാട്ടർ, നയാസൈൻമേഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് ആണ്. അതായത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സൺസ്ക്രീനിലൂടെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ചെറിയ രീതിക്ക് നമ്മളൊന്ന് വേർത്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇവിടെ വൈറ്റ് ആയിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റും. അത് മിക്ക സൺസ്ക്രീനും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിത് പുറത്ത് പോകുന്നതിന് കുറേ നേരം മുന്നേ ഉപയോഗിച്ചിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ, ഒന്ന് സെറ്റായിട്ട് നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ ഇത്രയും ഇഷ്യൂ വരില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ഇത് അത്യാവശ്യം നല്ലതാട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആവും.
ഞാനിപ്പോൾ യൂട്യൂബിൽ 2-3 റിവ്യൂ കണ്ടു, ഇത് ഓയിലി സ്കിന്നാർക്ക് ചേരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിത് യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പാച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു സൺസ്ക്രീനാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ വന്നിട്ട്. ഡീകൺസ്ട്രക്റ്റിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ രീതിക്കുള്ള ഒരു വൈറ്റ് കാസ്റ്റ് ആണ്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. നമ്മുടെ ടാനിങ് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ടോട്ടൻ ഗെയിം നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിൽ പലരും മുഖത്ത് മാത്രം സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങും. പക്ഷെ നമ്മുടെ ബോഡിയുടെ കാര്യം നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കലില്ല. പക്ഷെ അത് തെറ്റാണ്. ഇപ്പം ഞാനായാൽ പോലും ഞാൻ സൺസ്ക്രീന് ഫേസിൽ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ബോഡീൻ്റെ കാര്യം ഞാൻ തീരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. കയ്യിലും കാലിലൊക്കെ അത്യാവശ്യം നല്ല ടാൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഹോം റെമഡീസ് മാത്രം യൂസ് ചെയ്യും. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീനോ ലോഷനോ ഒന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ വന്നിട്ട്. ഇതിൽ SPF 50++ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇത് പ്രൊട്ടക്ഷൻ തരും. അപ്പം നിങ്ങളിത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലിലെയും കയ്യിലൊക്കെ ടാൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡി ഫുൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഖത്ത് മാത്രമല്ല, നമ്മുടെ എക്സ്പോസ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മളിപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ടാൻ അടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ബോഡി ലോഷൻ അല്ലാതെ SPF അടങ്ങിയിട്ടുള്ള ബോഡി ലോഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വന്നിട്ട് നമ്മൾ നൈറ്റ് കെയറിലോട്ട് വരികയാണ്. അപ്പം നമ്മൾ നൈറ്റ് നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം നമ്മൾ ഏത് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കാവും. അപ്പം എനിക്ക് ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് നമ്മുടെ കോജിക് ആസിഡിൻ്റെ ഈ ഒരു ഡെംഡോക്കിൻ്റെ കോജിക് ആസിഡിൻ്റെ ഈ ഒരു നൈറ്റ് ക്രീം വന്നിട്ട്. ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. അതായത് എനിക്ക് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷന്, ടാനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ഒന്നുമല്ല 3-4 ട്യൂബ് ഞാൻ തീർത്തിട്ടുണ്ട്. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. കാരണം ഇതിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുക. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വന്നിട്ടില്ല. പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് സ്കിൻ അത് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് കാര്യങ്ങൾ പോയി, ഡാർക്ക് സ്പോട്ട്സ് പോയി, ബ്ലെമിഷസ് പോയി. അപ്പം നിങ്ങൾ ഈ കോജിക് ആസിഡ് നിങ്ങളുടെ ഫേസിന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇപ്പം നിങ്ങൾ ഷീറ്റ് മാസ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഷീറ്റ് മാസ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് പല ബ്രാൻഡിൻ്റെ ഷീറ്റ് മാസ്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസ് ഷോപ്പിൻ്റെ ഷീറ്റ് മാസ്ക് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ മിറാബെല്ല, അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഷീറ്റ് മാസ്ക് ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ നൈക്കയിലൊക്കെ അതും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കുന്ന ഈ ഒരു ഡോക്ടർ ആഷലിൻ്റെ ഷീറ്റ് മാസ്ക് ആട്ടോ. അത്യാവശ്യം നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഡോക്ടർ ആഷലിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒക്കെ ഷീറ്റ് മാസ്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ഫേസിന് അത്യാവശ്യം നല്ല ബ്രൈറ്റനിങ് ആയിരിക്കും. ഇപ്പോൾ ഇതാണെങ്കിൽ ഡീറ്റാൻ ഷീറ്റ് മാസ്ക് ആണ്, ടാനിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയ്യിൽ പൈസയുള്ള സമയത്ത് മാത്രം, അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്, നിങ്ങൾക്ക് വെളുക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾ പാടെ എടുത്ത് മാറ്റാം. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. ഒരു പിമ്പിൾ വന്നെന്ന് കരുതി കൂടുതൽ കൺസേൺ ആവാതിരിക്കുക. ഒരു പിമ്പിളല്ലേ, അതങ്ങ് പൊക്കോളും. അതായത് നമ്മൾ മനുഷ്യരാണ്, എല്ലാവരുടെ സ്കിന്നും അത്ര ക്ലിയറും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പം എൻ്റെ സ്കിന്നിലായാൽ പോലും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സിൻ്റെ സ്കിന്നിലായാൽ പോലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അവർ ഈ ലൈറ്റിൻ്റെ മുന്നിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നും. അത് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ മറ്റുള്ളവരെ പോലെ നമ്മളും ആവാനുള്ള ശ്രമം നമ്മൾ ആദ്യം നിർത്തുക. നമ്മൾ ബെറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. See you next video.